55 വർഷത്തെ സജീവ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നുവെന്ന് CPI ഇടുക്കി മുൻ ജില്ലാ സെക്രട്ടറി കെ ശിവരാമൻ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിൽ നിന്നും പുറത്താക്കിയതായി അറിഞ്ഞുവെന്നും പാർട്ടി അംഗമായി തുടരാനുള്ള ഔദാര്യം വേണ്ട, ചക്രമുടി കയ്യേറ്റത്തിൽ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ മൗനം പാലിച്ചുവെന്നും കെ ശിവരാമൻ പറഞ്ഞു. ഒരുപറ്റം ശിങ്കിടികളെ കൂട്ടുനിർത്തി ജില്ലയിലെ പാർട്ടിയെ നിശ്ചിത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ജില്ലയെ പാർട്ടി തകർക്കുന്ന ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനോട് ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ എനിക്ക് കഴിയില്ല. ചൊക്കർപൊടി മലനിരകളുടെ നെഞ്ചത്ത് ഇവർ കൊണ്ടുപോയി കുറ്റിവെച്ച് 14.69 ഏക്കർ സ്ഥലം അളന്നു തിരിച്ച് ഈ സ്ഥലവുമായി ഒരു ബന്ധവുമില്ലാത്ത സിബി ജോസഫ് കൈപ്പപ്പറമ്പിന് കൊടുത്തു. 56 കോടി രൂപയോളം ആ സ്ഥലം വിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അയാളവിടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇതിൻ്റെ 3-1 CPIക്കാണ്. എന്തുകൊണ്ട് ചൊക്രമുടിയുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായപ്പോൾ പ്രതികരിച്ചില്ല? എന്താണ് അതിൻ്റെ കാരണമെന്ന് അദ്ദേഹമാണ് വിശദീകരിക്കേണ്ടത്. ഇപ്പം അത് ഞാൻ സെക്രട്ടറി ആയിരുന്ന കാലത്തുനിന്ന് പറഞ്ഞു നടന്നാൽ വല്ല കാര്യമുണ്ടോ? പാർട്ടിയും ഞാനുമായിട്ട് യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ എനിക്ക് കരിഞ്ഞു തന്നിരിക്കുന്ന അദ്ദേഹം കരിഞ്ഞു തന്ന പാർട്ടി മെമ്പർഷിപ്പും എനിക്ക് ആവശ്യമില്ലാതെ ഞാൻ ഉപേക്ഷിക്കുക. JNS രാജു വിവരങ്ങളുമായി ജെയിൻ, കഴിഞ്ഞ ദിവസമാണ് പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹത്തെ മാറ്റിയത്. ഒരു കാലത്ത് ജില്ലയിലെ CPIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു. പക്ഷേ പിന്നീട് കാര്യങ്ങൾ മോശമായി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും അദ്ദേഹം പാർട്ടിക്ക് വിരുദ്ധം എന്ന നിലയിൽ പ്രവർത്തിച്ചു എന്നതൊക്കെയായിരുന്നു ആരോപണം. ഇതെന്താണ് ഇങ്ങനെയൊരു 55 വർഷം ഒരു കമ്മ്യൂണിസ്റ്റായി പ്രവർത്തിച്ച് അതിൽ നിന്ന് പിന്മാറുന്ന, പാർട്ടി അംഗത്വം പോലും വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരുന്നത് അസാധാരണമായ ഒരു കാഴ്ചയാണല്ലോ. തീർച്ചയായിട്ടും സംസ്ഥാനത്ത് തന്നെ ഒരു പ്രമുഖ നേതാവാണ് കെ ശിവരാമൻ. സംസ്ഥാന കൗൺസിൽ അംഗമായിരുന്നു, നീണ്ടനാൾ സംസ്ഥാന കൗൺസിൽ അംഗമായിരുന്നു, നീണ്ടനാൾ ഇടുക്കി ജില്ലാ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ജില്ലയിലെ തന്നെ മുതിർന്ന നേതാവാണ്. 2 വർഷം മുമ്പാണ് കെ സലീംകുമാർ, ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാറുമായി ശിവരാമന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. അത് ചക്രമുടിയിലെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ടാണ്. അതിൽ CPIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സലീംകുമാർ മൗനം പാലിച്ചു എന്നൊരു ആക്ഷേപം അദ്ദേഹം പാർട്ടിക്കുള്ളിലും അല്ലാതെയും പങ്കുവച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഈ തർക്കം ഉണ്ടാകുന്നത്. അതിനുശേഷം പല വിഷയങ്ങളിൽ രണ്ടുപേരും തമ്മിൽ തർക്കമുണ്ടായി. ഇതിനു മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്നും അന്ന് ജില്ലാ കൗൺസിലിൽ നിന്ന്, ജില്ലാ എക്സിക്യൂട്ടീവിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിപ്പോരുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് തെരഞ്ഞെടുപ്പ് സമയത്ത്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വീണ്ടും സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തെ വിളിപ്പിക്കുകയും ഈ 2 ആളുകളോടും സമന്വയിച്ച് ഒരുമിച്ച് പോകണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. പക്ഷേ അങ്ങനെ ഒരു തീരുമാനമെടുത്തെങ്കിൽ പോലും ശിവരാമനെ യാതൊരു പാർട്ടി പരിപാടികളിലും ഉത്തരവാദിത്വവും ഏൽപ്പിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. അതിനുശേഷം അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ സഹകരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നടപടി സ്വീകരിച്ച് പുറത്താക്കുകയും ചെയ്യുന്നു. എന്തായാലും ഗുരുതരമായിട്ടുള്ള ആക്ഷേപമാണ് ജില്ലയിലെ മുതിർന്ന CPI നേതാവ് തന്നെ ജില്ലാ സെക്രട്ടറിക്ക് നേരെ ഉന്നയിക്കുന്നത്. പാർട്ടിയും ശിവരാമനും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. ജില്ലാ സെക്രട്ടറിയും ശിവരാമനും തമ്മിലുമാണ് നിലവിൽ പ്രശ്നങ്ങളുള്ളത്. അദ്ദേഹം തൻ്റെ ഇഷ്ടക്കാരെ തിരുക്കി കയറ്റിക്കൊണ്ട് പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെ പൂർണ്ണമായും നിഷ്പ്രഭമാക്കിക്കൊണ്ട് താനാണ് പാർട്ടി എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ശിവരാമൻ്റെ ഒരു ആക്ഷേപം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മണ്ഡലം കമ്മിറ്റികൾ, ജില്ലാ ഭാരവാഹികളായിട്ടുള്ള ആളുകളൊക്കെ വെറും ശുദ്ധിപാഠകരെ പോലെ അല്ലെങ്കിൽ ശിങ്കിടികളെ പോലെ പ്രവർത്തിക്കുന്നു. പാർട്ടിയിൽ സലീംകുമാർ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ് സലീംകുമാറിൻ്റേത് എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്നത്. പ്രാഥമിക അംഗത്വത്തിൽ തുടരാൻ അദ്ദേഹത്തിന് അവകാശമുണ്ടെന്ന് ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പക്ഷേ അതുപോലും പാർട്ടി മെമ്പർഷിപ്പ് പോലും പുതുക്കേണ്ട എന്നുള്ളതാണ് ഇപ്പോൾ ശിവരാമൻ്റെ തീരുമാനം.